ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് തിരുവാതിരയാണല്ലോ. നാളെയാണ് തിരുവാതിര നക്ഷത്രം. ഇന്നാണ് തിരുവാതിരയ്ക്ക് വേണ്ടി ജാഗരണം നടത്തേണ്ടതും എല്ലാം. പാതിരപ്പൂ ചൂടുക, എട്ടങ്ങാടി തുടങ്ങിയ ചടങ്ങുകളെല്ലാം ഇന്നത്തെ ദിവസമാണ്. എല്ലാവർക്കും മഹാശിവൻ്റെയും പാർവതീദേവിയുടെയും, അതായത് ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ ശിവസംഭവനായി നിൽക്കുന്നത്, എല്ലാത്തിനും സർവമംഗളമായിട്ട് ഭവിക്കുന്ന ആ ശക്തി ചൈതന്യം, എല്ലാറ്റിനെയും ജീവൻ കൊടുത്ത് ശിവമാക്കി വെച്ചിരിക്കുന്ന ആ ചൈതന്യമാണ് ശിവൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ആ ചൈതന്യം നഷ്ടപ്പെടുമ്പോഴാണ് അതെല്ലാം ജഡമായി, ശവമായി പോകുന്നത്. സത്യം പറഞ്ഞാൽ ജഡം എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ശരീരം ജഡമായാൽ അതിലുമുണ്ട് ധാരാളം അണുക്കളുണ്ട്. അപ്പോൾ അതും ഒരു ജഡമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ആ പ്രകൃതി പുരുഷ ബന്ധമാണ് ശിവപാർവതിമാരിലൂടെ നാം നേരിട്ട് അനുഭവിക്കുന്നത്. പ്രകൃതിയാകുന്ന ദേവിയും പാർവതി ദേവിയും പുരുഷനാകുന്ന ആ ശിവചൈതന്യവും, അതാണ് സ്ത്രീ പുരുഷ സങ്കല്പം, പ്രകൃതി പുരുഷ ബന്ധം. അതാണ് നമ്മൾ സാഖ്യശാസ്ത്രത്തിൽ കപില വാസുദേവൻ നമുക്ക് ഉപദേശിച്ചു തരുന്ന സാഖ്യശാസ്ത്രത്തിൽ പ്രകൃതി പുരുഷ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് ശിവശക്തി ബന്ധം. അതിനെ ഊട്ടി ഉറപ്പിക്കുവാൻ പറ്റിയൊരു ദിനമാണിന്ന്. ശിവശക്തി സംഭവനായ പ്രകൃതീശ്വരിയായ ദേവിയും ആത്മാവായ ശിവചൈതന്യവും കൂടി സംഗമിക്കുന്ന ദിവസം. ഈ ദിവസം ശിവ മഹാത്മ്യവും അല്ലെങ്കിൽ പാർവതീ ദേവിയുടെ മന്ത്രങ്ങളും ദേവിയെയും ഭഗവാനെയും ഒരുമിച്ച് പ്രകീർത്തിക്കുന്ന നാമങ്ങളും ഒക്കെ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഈ നാമങ്ങൾ ജപിക്കുക എന്ന് പറയുമ്പോൾ നമ്മിലിരിക്കുന്ന ആ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ ഇന്ന ദിവസങ്ങൾ കൂടുതൽ പ്രയോജനമാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ നാമജപത്തിലൂടെ ദേവീ ദേവന്മാർക്കല്ല പ്രസാദം വരുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ശക്തി വർദ്ധിച്ച് ആ ഈശ്വര ചൈതന്യവുമായി നമ്മുടെ ഉള്ളിൽ വായുരൂപേണ, ജീവൻ രൂപേണ, ആത്മബോധ രൂപേണ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടിയാണ് നമ്മൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കോടാനുകോടി ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഊർജപ്രവാഹം ഭഗവാനിലെത്തുകയും ഭഗവാന്റെ ആ തേജോമയമായ ഊർജം നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ സ്പന്ദിപ്പിക്കുകയും അപ്പോഴാണ് ആ ഹൃദയത്തിലിരിക്കുന്ന ആത്മചൈതന്യവും അവിടെ കാണുന്ന ആ വിഗ്രഹ രൂപത്തിലുള്ള ഭഗവാനും ഏകമാണെന്നുള്ള ആ ഒരു അനുഭവം, അന്തര്യാമിയായി എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ഭഗവാനും ആ കണ്ണിൽ കാണുന്ന ആ വിഗ്രഹവും ഒന്നാണെന്ന് തോന്നുന്ന ആ ഒരു അനുഭവം നമുക്ക് വരുമ്പോഴാണ് നമ്മൾ ആനന്ദ കണ്ണുനീർ കൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ നിന്ന് മാറാൻ പറ്റാതെ അവിടെ തന്നെ നിന്നു പോകുന്നത്. വീണ്ടും വീണ്ടും അനുഭവിക്കണം എനിക്കെന്ന്. അപ്പോൾ ആ ഭഗവാനെ ഞാനും ഒന്നാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, ഈ മഹാസന്നിധികളിൽ നമ്മൾ ചെല്ലുമ്പോൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളല്ലേ, ഗുരുവായൂർ ക്ഷേത്രമാണ് നമുക്കത് ഏറ്റവും അനുഭവവേദ്യമാകുന്നത്. ഭഗവാൻ ഒരു അനുഭവം തരാതെ നമ്മളെ അവിടെ നിന്ന് വിടില്ല. ഭക്തർ എന്ന് വെച്ചാൽ ഭഗവാൻ തിരിച്ചറിഞ്ഞ ഭക്തർ, അവരെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ അവിടെ നമുക്ക് ശരീരത്തിനാണ് കഷ്ടം തോന്നിപ്പിക്കുന്നത്. ആ ശരീരബോധത്തിലിരിക്കുമ്പോഴാണ് നാം അത് കഷ്ടം എന്ന് പറയുന്നത്. അനേകം മണിക്കൂറുകൾ നിരന്തരം ശ്വാസം കിട്ടാതെ ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നത് നമ്മുടെ ശരീരബോധത്തിൽ നിൽക്കുന്നവരാണ്. ആത്മബോധത്തിൽ നിൽക്കുന്ന ത്യാഗിവര്യന്മാരും സത്യാന്വേഷികളും അല്ലല്ലോ ആ ക്യൂവിൽ നിൽക്കുന്നവർ. അങ്ങനെയുള്ളവർക്ക് അവർ ഒരു അവധൂതരെ പോലെ അങ്ങ് പോവുകയാണ്. ഈ മഹാസന്നിധികളിൽ ചെന്നിട്ട് ആത്മനിർവൃതി എടുത്തിട്ട് സ്വന്തം ഹൃദയത്തിൽ അത് ആവഹിക്കേണ്ട ആവശ്യം ഈ ഞാൻ ആത്മാവാണെന്നുള്ള ആ ബോധം അനുഭവിക്കുന്നവർക്ക് വേണ്ട. അവർ സ്വയം അത് എവിടെ ഇരുന്നാലും, ഏത് ഗുഹയിലിരുന്നാലും, ഏത് മുറിയിലിരുന്നാലും, പ്രകൃതിയിൽ എവിടെ ഇരുന്നാലും അവർക്ക് അനുഭവിക്കാൻ കഴിയും. അതിനുവേണ്ടി അവർ ഈ സന്നിധികളൊന്നും തേടി പോകണ്ട. അവിടെ എത്തുന്ന പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഭഗവാൻ വിളിച്ചിട്ട് ചെല്ലുന്നതാണ്. ഭഗവാൻ വിളിക്കാത്ത ആരെങ്കിലും അവിടെ ചെല്ലുന്നുണ്ടോ? അവിടെയായാലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, അതുപോലെ നമ്മുടെ മഹാക്ഷേത്രങ്ങളിലെല്ലാം ഭഗവാൻ ഇരിക്കുന്ന സന്നിധിയിലൊക്കെ നമ്മൾ ഓടി ചെല്ലുന്നു. ഇപ്പോൾ ദേവി ഇരിക്കുന്നിടത്ത് ഓടി ചെല്ലുന്നു. അവിടെയൊക്കെ നമ്മളെ അവർ വിളിച്ചിട്ടാണ് ചെല്ലുന്നത്. ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ യാദൃശ്ചികമായിട്ട് ഒരമ്മ
ഭഗവാനെ ഒരുപാട് സ്നേഹിക്കുന്ന, ഉണ്ണിക്കണ്ണനെ സ്നേഹിക്കുന്ന ഒരു അമ്മ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ തിരക്കും തിക്കും ഉള്ളത് കാരണം അവിടുത്തെ അധികാരികളെ കുറ്റം പറയുകയും മറ്റുള്ള സംവിധാനങ്ങളെയൊക്കെ കുറ്റം പറയുന്നത് എന്തിനാണ്? ആരെങ്കിലും അവിടോട്ട് വിളിച്ചോ? ഈ ചെന്ന കുറ്റം പറയാൻ ചെല്ലുന്ന തിങ്ങി നിൽക്കുന്ന ജനങ്ങളെ ആരെങ്കിലും വിളിച്ചിട്ടാണോ? ഭഗവാൻ വിളിച്ചോ? അല്ലെ അവിടുത്തെ അധികാരികൾ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ട് ആ അമ്മ ഭഗവാന്റെ വലിയ സ്നേഹവും ഭക്തിയൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ആ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വാദപ്രതിവാദത്തിനൊന്നും അല്ല ഞാനിത് സംസാരിക്കുന്നത്. യാദൃശ്യമായി കേട്ട കൂട്ടത്തിൽ എൻ്റെ മനസ്സിനെ വല്ലാതെ ഒന്ന് തടഞ്ഞു നിർത്തിയ ഒരു വാക്കാണ് അമ്മയുടെ വായിൽ നിന്ന് വീണത്. ആരെയെങ്കിലും അവിടെ നിർത്തിയോ? ആരെങ്കിലും വിളിച്ചോ അവിടെ നിൽക്കാൻ എന്ന് ചോദിക്കുന്നു. വിളിക്കാതെ ആരെങ്കിലും ചെല്ലുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വിളിച്ചതാരാണ്? അവിടുത്തെ അധികാരികളോ അവിടെ നിൽക്കുന്ന മറ്റ് ആരെങ്കിലും നമുക്ക് പരിചയമുള്ളവരോ വന്നു ഇവിടെ ഏകാദശി ഉണ്ട് വന്ന് തൊഴുതിട്ട് പോകുന്നു പറഞ്ഞ് വിളിച്ചതാണോ? ലക്ഷക്കണക്കിന് വരുന്ന ഭക്തർ അവിടേക്ക് ഇരച്ച് വരുന്നത് എന്തിനാണ്? ആര് വിളിച്ചിട്ടാണ്? എല്ലാവരുടെയും ഉള്ളിൽ വായുവിൻ്റെ രൂപത്തിലിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പൻ, ഗുരുവായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന വായു രൂപത്തിലിരിക്കുന്ന ആ ഗുരുവായൂരപ്പൻ നമ്മെ വിളിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ചെല്ലുന്നത്. നമ്മുടെ ഏത് സ്ഥലത്ത് നമ്മൾ ഇരുന്നോട്ടെ, നമ്മൾ ഏത് തിരക്കിലിരുന്നോട്ടെ, വീട്ടിലെ അനേകം ജോലികളിലോ മറ്റ് തൊഴിൽ മേഖലകളിൽ ഇരുന്നാലും ആ സമയമാകുമ്പോൾ എനിക്ക് ഗുരുവായൂർ പോകണം എന്ന ചിന്ത എവിടെ നിന്നാണ് വരുന്നത്? ആലോചിച്ച് നോക്കൂ. എനിക്ക് ആ ചിന്ത വന്നത് എവിടെ നിന്നാ? എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വന്നത്. അത് മനസ്സിൽ പ്രവർത്തിച്ച് ബുദ്ധി അതിന് തയ്യാറാക്കി ഇന്ദ്രിയങ്ങളെ കൊണ്ട് അതിന് വേണ്ടുന്ന ജോലിയെല്ലാം ചെയ്യിപ്പിച്ച് റെഡിയാക്കി പോയി അല്ലേ? ആ ചിന്തകളായിട്ടാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഓരോന്നും തരുന്നത്. ഞാൻ സംസാരിക്കുന്ന ഓരോ ദിവസവും സംസാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഭഗവാൻ തരുന്ന ചിന്തകളാണ്. ആ ചിന്തകൾ ഏതെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും ആവശ്യമുള്ളതായിരിക്കും ഭഗവാൻ എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ, ഏറ്റവും അറ്റ്ലീസ്റ്റാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ഒരാൾക്കല്ല, ധാരാളം പേർക്ക് ആവശ്യമായിട്ടുള്ള, അവർക്ക് വേണമെന്ന ഒരു നിർദ്ദേശമായിരിക്കാം ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഉള്ളിലാണ് ആ ചിന്ത തരുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ അവിടെ എത്തുന്ന കാലുവയ്യാത്തവർ, നടക്കാൻ പാടില്ലാത്തവർ, ശ്വാസഗതിക്ക് തടസ്സമുള്ളവർ, വാർദ്ധക്യം ബാധിച്ചവർ, കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് കൈക്കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്നവർ, യുവാക്കൾ, യുവതികൾ, എല്ലാവരും എന്ന് വേണ്ട ആബാലവൃദ്ധം ജനങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരുന്ന് വിളിക്കുകയാണ്. ഭഗവാൻ വിളിക്കാത്ത ഒരൊറ്റ മനുഷ്യജീവി അവിടെ കയറത്തില്ല, അവിടെ എത്തത്തില്ല. ഭഗവാനാണ് വിളിക്കുന്നത് എങ്ങനെയാണ്? നീങ്ങി വാ എന്ന് പറഞ്ഞ് ഒരു ടെലിഫോൺ മെസ്സേജോ അല്ലെ വിളിയോ ആണോ? അല്ല, നമ്മുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഹൃദയത്തിൽ തോന്നുന്ന ചിന്തകളെല്ലാം ഭഗവാൻ തരുന്നതാണ്. ആ ഹൃദയത്തിൽ ഭഗവാനാണ് ഇരുന്ന് എന്നെ ചിന്തിപ്പിക്കുകയും തോന്നിപ്പിക്കുന്നതും എന്ന് പൂർണ്ണമായ സമർപ്പണം വരുമ്പോഴാണ് പിന്നെയുള്ള എല്ലാ പദ്ധതികളും ഭഗവാൻ ആസൂത്രണം ചെയ്യും. അപ്പോൾ നമ്മുടെ പദ്ധതികളൊന്നും പിഴച്ചു പോകില്ല. അവിടെ എല്ലാം ചെയ്യുന്നത് ഭഗവാനായത് കാരണം. അപ്പോൾ അങ്ങനെ ഭഗവാൻ വിളിച്ചിട്ട് നമ്മൾ അവിടെ എത്തി ആ തിരക്കിൽ 10 മണിക്കൂർ അല്ലെ 12 മണിക്കൂർ ഒക്കെ നിന്ന് ശ്വാസം എടുക്കാൻ വയ്യാന്ന് നിന്ന് പോകുന്ന വ്യക്തികളെ, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ആരാണ് തരണം ചെയ്യിച്ചത്? അവർക്ക് ആർക്കും ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒന്നും അവിടെ സംഭവിക്കാതെ, അവരുടെ തളർച്ച അവരെ അറിയിക്കാതെ, ദേഹവേദനകളൊന്നും അറിയിക്കാതെ, ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ ആ തിക്കിലും തിരക്കിലും സമാധാനത്തോടുകൂടി ഓരോ മനസ്സിലും സമാധാനത്തിന് തേൻതുള്ളി കൊടുക്കുകയാണ്. വയ്യ കണ്ണ, എനിക്ക് വരാൻ വയ്യ എന്ന് നമ്മൾ കുഴയുന്ന ആ ഒരു സ്പോട്ട് വരെയും ഭഗവാൻ കൊണ്ടുപോകും. അതിനു മുമ്പ് എത്രയോ ആവർത്തി, സത്യം പറഞ്ഞാൽ ആ 12 മണിക്കൂറും 18 മണിക്കൂറും ഒക്കെ ഞങ്ങൾക്കൊപ്പം എനിക്ക് മുമ്പേ വന്നവർ, എനിക്ക് ശേഷം വന്നവർ, ആ ഗുരുവായൂർ ഏകാദശി ദിവസം ഭഗവാൻ അനുഗ്രഹം തരാൻ വേണ്ടിയിട്ട്, സർവ്വ പാപങ്ങളും ശമിപ്പിക്കുവാൻ വേണ്ടി അനുഗ്രഹം തന്ന് ആ ഏകാദശി, ഗുരുവായൂർ ഏകാദശിയുടെ പൂർണ്ണമായ സമർപ്പണത്തോടു കൂടി നമുക്കവിടെ നിന്ന് ചെയ്യാൻ പറ്റി. നമ്മൾ വീടുകളിലാണെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ നമുക്ക് പറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം ലീവ് എടുത്ത് ഫുൾ ഇരുന്ന് നാമം ജപിച്ചാലും ഒറ്റയ്ക്കിരുന്ന് ജപിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജം എല്ലാവരും ഒന്നിച്ച് നാമം ജപിക്കുമ്പോൾ കിട്ടില്ല. അതുപോലെ മഹാസന്നിധിയിലിരുന്ന് ജപിക്കുന്ന ആ ഒരു എനർജി നമുക്ക് ലഭിക്കില്ല. വീട്ടിലാകുമ്പോൾ നമ്മൾ ഉറക്കം വരുമ്പോൾ ഉറങ്ങും രാത്രിയിൽ. അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ ക്ഷേത്രം അടയ്ക്കുന്നവരെയല്ലേ നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ ക്ഷേത്രവും അടച്ച് ആ പരിസരവും, ഭഗവാൻ ഉറങ്ങുമ്പോൾ പരിസരവും ഉറങ്ങും. അപ്പോൾ നമ്മൾ തിരികെ വന്ന് വീണ്ടും നമ്മൾ
വീട്ടിലിരുന്നായിരിക്കും നാമം ജപിക്കുമ്പോൾ. വീട്ടിൽ തനിച്ചിരുന്ന് നാമം ജപിച്ചാൽ അത്രയ്ക്കൊരു എനർജി ലഭിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മഹാദിവസങ്ങളിലൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഏകാദശി ദിവസം ആ തലേ ദിവസമേ, ആ രാത്രിയാണോ പകലാണോ വെളുപ്പിനെയാണോ ഒന്നും അറിയുന്നില്ല, ക്യൂവിൽ നിന്നുകൊണ്ടു എപ്പോഴും എല്ലാവരും ശക്തിയുള്ളവരെല്ലാം നാമം ഉറക്കെ ജപിക്കുമ്പോൾ അത് ഏറ്റേറ്റ് അശക്തരും ജപിക്കുകയാണ്. അത് അങ്ങനെ നാമജപത്തിൻ്റെ ശക്തി കുറയുമ്പോൾ മനനം ചെയ്യുകയാണ്. ഓരോ ഘട്ടങ്ങളും വരുമ്പോൾ ക്യൂവിൽ നിന്ന് വിഷമിക്കുന്ന ഘട്ടങ്ങളിൽ ഭഗവാനെ കൃഷ്ണ രക്ഷിക്കണേ, ഭഗവാനെ എന്നുള്ള ഒരായിരം ഖണ്ഡങ്ങളിൽ നിന്ന് അനേകായിരം സഹസ്രകോടി തവണയാണ് ഭഗവാന്റെ നാമം ഉരുവിടുന്നത് ഓരോ വ്യക്തിയും. അങ്ങനെ പോകുന്ന അവസരത്തിൽ ഈ എത്ര നാമജപങ്ങളിലൂടെയാണ് ആ രാത്രി ഹരിവാസര സമയത്ത് ഉറങ്ങാതെ ഇരുന്ന് നാമജപം നടത്തുന്ന വ്യക്തികൾക്കാണ് പൂർണ്ണമായ സമർപ്പണം, പൂർണ്ണമായ സഫലീകൃതം ആ ഏകാദശി, ഏതൊരു ഏകാദശി കൊണ്ടും കിട്ടുന്ന. പഴയ കാലത്ത് സത്യയുഗം മുതൽ ഇങ്ങോട്ടുള്ള ആ യുഗങ്ങളിലെല്ലാം ഉണർന്നിരുന്ന് ഹരിവാസര സമയവും ഏകാദശി ദിവസങ്ങളൊക്കെ ഉണർന്നിരുന്നാണ് ഭഗവത് നാമം ജപിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വ്രതമാഹാത്മ്യ കഥകളൊക്കെ പറയുമ്പോൾ പൂർണ്ണമായ ആ ഫലം ലഭിച്ചു. ഇന്നാർക്ക് ഇന്ന ഏകാദശി എടുത്തപ്പോൾ ഇന്ന രാജാവിന് അല്ല ഇന്ന കാട്ടാളന് ഓരോരുത്തർക്കും ഇന്ന പൂർണ്ണമായ അവർക്ക് ജീവൻ മുക്തി ലഭിച്ചു, പൂർണ്ണമായ സാഫല്യം ലഭിച്ചു എന്ന് പറയുന്നത് അവരതുപോലെ ഉറങ്ങാതിരുന്ന് നാമജപങ്ങളിലൂടെ ഭഗവത് സ്മരണയിലൂടെ ഭഗവാൻ അല്ലാതെ എനിക്കിനി ഒരു ശരണമില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അതേ രൂപമല്ലേ അന്ന് ഏകാദശി ദിവസം അവിടെ വന്ന് അനുഭവിച്ച ഭക്തർ, എനിക്ക് ഭഗവാനല്ലാതെ ഇനി ഒരു രക്ഷയില്ല, ഇതിൽ നിന്ന് രക്ഷപ്പെടാനേ എൻ്റെ ഭഗവാനെ വല്ല വിധേനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഏത് വിധേനെയെങ്കിലും ഒന്ന് എത്തിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും കരയുമല്ലായിരുന്നു അവിടെ നിന്ന്. അത് നമ്മൾ ചെയ്ത ആ ക്യൂവിൽ നിന്ന് വിഷമിച്ച ആ 10,000 ഭക്തജനങ്ങളെ ഭഗവാൻ കണ്ടിട്ടും വിളിച്ചിട്ടും ഭഗവാൻ സ്നേഹിച്ചിട്ടുമാണ് അവിടെ വന്നത്. അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായ വേദന, ആ വിളിയാണ് ഭഗവാൻ അവരുടെ പാപങ്ങൾ സർവ്വതും കഴുകിക്കളഞ്ഞു. അന്ന് ഞാനിട്ട വീഡിയോയ്ക്കിടയിൽ ഒരു ഭക്തയാണ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ആ ക്യൂവിൽ നിന്ന് എല്ലാവരുടെയും പാപങ്ങൾ ഭഗവാൻ കഴുകിക്കളഞ്ഞു എന്ന്. ക്യൂ ഒന്നും നിൽക്കാതെ വേഗം കയറിപ്പോകുന്നവർക്ക് ഇനിയും ഏകാദശിയിലൂടെ ഓരോ ജന്മങ്ങളിലും വീണ്ടും ജന്മമെടുത്ത് മോക്ഷപ്രാപ്തിക്ക് വരേണ്ടി വരും എന്ന് പറഞ്ഞു. എത്ര സത്യമാണത്! നമ്മുടെ സർവ്വപാപങ്ങളും നിന്ന് നമ്മൾ ഭഗവാനെ മാത്രം കിടന്ന് വിളിക്കുകയാണ് സർവ്വസമയവും. ഭഗവാനെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഉറക്കം കളഞ്ഞിട്ട് നമ്മൾ ഇത് പകലാണോ രാത്രിയാണോ എന്നൊന്നും നമുക്ക് ആ ക്യൂവിൽ ആ മഹാവെളിച്ചത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അറിയുന്നില്ല, ബൾബുകളുടെ ആ വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ. പിന്നെ പ്രകൃതിയൊക്കെ തിരിച്ചറിയുമ്പോഴാണ് ഇത് പാതിരാത്രിയായിരുന്നോ വെളുപ്പാങ്കാലമാണെന്നോ എന്നൊക്കെ നമ്മൾ അറിയുന്നത് തന്നെ. അങ്ങനെ ആ ഒരു സന്നിധിയിലെത്തി ഭഗവാനെ ഒന്ന് കാണുമ്പോൾ ശരിക്കും വൈകുണ്ഠത്തിൽ ഒരുപാട് തടസ്സങ്ങൾ മറികടന്ന് അനേക ജന്മങ്ങളിൽ അനുഭവിക്കുന്ന തീരാവ്യാധികളും വ്യഥകളും അനുഭവിച്ച് പരമമായ മോക്ഷത്തിലെത്തുന്ന പോലെയല്ലേ ആ സന്നിധിയിൽ എത്തിച്ചേർന്നത്. ഭഗവാനെ ഒന്ന് കണ്ടത്, അടുത്ത് നിന്ന് കാണാൻ കഴിഞ്ഞു, അകലെ നിന്ന് കാണാൻ കഴിഞ്ഞു. നട അടയ്ക്കുന്നതിന് മുമ്പ് ആ വെളിയിൽ കൊടിമരത്തിനും വെളിയിലെ പ്രവേശന ദ്വാരത്തിന് വെളിയിൽ നിന്നും ഒരു നോക്കെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞു എല്ലാവർക്കും, അവിടെ വന്ന എല്ലാവർക്കും. ചിലർ വിഷമിച്ച് എനിക്ക് കാണാൻ ദർശനം എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞത് കഴിഞ്ഞില്ല എന്ന്? ഭഗവാൻ അവിടെ നിന്ന് എല്ലാ പ്രിയ ഭക്തരെയും കണ്ടിട്ടുണ്ട്, എല്ലാവരെയും കണ്ട് എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ആ തിക്കിൽ നിന്ന് വിഷമിച്ച ഒരു മനുഷ്യരും വിഷമിക്കേണ്ട, കരയണ്ട, അവർക്കൊരു കുറ്റബോധം തോന്നണ്ട. കാരണം എനിക്ക് അവിടെ ചെന്നിട്ടും ഭഗവാനെ കിട്ടിയില്ലല്ലോ, കാണാൻ കഴിഞ്ഞില്ലല്ലോ, സാഫല്യം ലഭിച്ചില്ലല്ലോ. ഭഗവാൻ നമ്മളെ എല്ലാവരെയും കണ്ടിട്ടുണ്ട്, എല്ലാവരെയും അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ഏകാദശി എന്നല്ല, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ ജന്മ പാപങ്ങൾ തീർന്നു. ആ പാപങ്ങൾ തീർന്നതിൻ്റെ എങ്ങനെ നമുക്കറിയാൻ കഴിയും? നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വരുമ്പോഴാണ്. ജന്മ പാപങ്ങൾ ഉരുകിയാണ് ആ ശരീരമാകുന്ന ആ പുറന്തോട് ഉരുകി പോവുകയും ഉള്ളിൽ ശരീരക്ലേശം കൊണ്ടുണ്ടാകുന്ന വേദനയാൽ നമ്മൾ ഉള്ളിൽ നിലവിളിച്ച് കരഞ്ഞ് ഭഗവാനെ വിളിക്കുകയായിരുന്നു. എല്ലാവരുടെയും ഖണ്ഡത്തിൽ നിന്ന് ഒരേ ഒരു നാരായണ മന്ത്രമാണ് അവിടെ ജപിച്ചുകൊണ്ടിരുന്നത്. ആ
ജപിക്കാൻ അങ്ങനെ സൗണ്ട് വെച്ച് ജപിക്കാൻ കഴിയാത്തവർ മനനം ചെയ്യുകയാണ്. ആ മനനമാണ് ഭഗവാനിൽ പെട്ടെന്ന് എത്തുന്നത്. നാരായണ നാമം മനനം ചെയ്താൽ ആ ഹൃദയസ്ഥനായ ഭഗവാനിലേക്കാണ് പെട്ടെന്ന് അത് ലയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെന്ന ഓരോ വ്യക്തിയെയും ഭഗവാൻ പിന്നെ നമ്മൾ പരാതി പറഞ്ഞത് എന്തുകൊണ്ടാണ്? അവിടെ ഇത്രയും കഷ്ടപ്പാട് കൂടാതെ തന്നെ സ്വതന്ത്രമായിട്ട് ആൾക്കാരെ ഭക്തരെ കയറ്റി തൊഴുവാൻ അവസരം ഉണ്ടായിട്ടും അത് ചെയ്യിക്കാതെ, ഭക്തർക്ക് ഇരിക്കുവാനുള്ള അനേകം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അവിടേക്കെങ്ങും ഭക്തരെ പ്രവേശിപ്പിക്കാതെ ആ തിങ്ങി നിൽക്കുന്ന ക്യൂവിൽ ഭക്തരെ നിർത്തിയിട്ട് ഭക്തരാണെന്നുള്ള പരിഗണന കൊടുക്കാതെ, ഭഗവാനെ കാണാൻ വന്ന അതിഥികളാണവർ, ആ പരിഗണന കൊടുക്കാതെ അവർ ശ്വാസം മുട്ടി മരിച്ചോ, അവർക്ക് കുഴഞ്ഞു വീണോ, അവർക്ക് വല്ല ഛർദിലോ തലകറക്കം ഉണ്ടായോ, അല്ലെങ്കിൽ അവർ മരിച്ചു പോയോ, ഇതൊന്നും അധികൃതർ ശ്രദ്ധിക്കുന്നില്ല. ഭഗവാന്റെ പേരിൽ സേവ ചെയ്ത് ശമ്പളവും കിമ്പളവും ഒക്കെ വാങ്ങി ഭഗവാന്റെ നാമത്തിലല്ലേ എല്ലാവരും അവിടെ കഴിഞ്ഞുകൂടുന്നത്. എന്നിട്ടും ഈ ചെന്ന ഭക്തരെ ഭഗവാന്റെ പേരിലല്ലേ ചെന്നേ, അവിടെയുള്ള അധികാരികളുടെ പേരിലല്ലല്ലോ ഈ ജനലക്ഷങ്ങളെല്ലാം അവിടെ ചെന്നത്. അപ്പോൾ അവർക്ക് എന്താണ് പറ്റുന്നത്? അവരെ അങ്ങനെ നിർത്തിയാൽ അതിൽ ധാരാളം ആരോഗ്യമില്ലാത്തവർക്ക് പലതും സംഭവിക്കില്ലേ? ഒരു ജീവന് വിലയില്ലേ? ഗുരുവായൂർ തിരക്കിൽപ്പെട്ടിട്ട് ഒരു ജീവൻ പൊരിഞ്ഞു എന്ന് പറയുന്നത് ആ അധികൃതരുടെ ആ പിഴവ് കൊണ്ടല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ ഉത്തരവാദിത്വത്തിന് നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ആ ഡ്യൂട്ടി എന്താണോ, നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന കർമ്മം, അത് നിർവഹിക്കുവാനുള്ള ബോധം അവർ കാണിച്ചില്ല. അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. അല്ലാതെ അധികൃതരെ കുറ്റം പറഞ്ഞ് ഇവിടെ ഇത്രയും മണിക്കൂർ നിന്നതിനെ സ്വയം ശപിച്ച് അങ്ങനല്ല. ആരും ശപിച്ചില്ല, എല്ലാവരും ഭഗവാനെ വിളിക്കുകയാണ്. തിരിച്ച് നമ്മൾ ആ അനുഭവിച്ച വ്യക്തികൾ ധാരാളം പേർ പറഞ്ഞ കാര്യം, അവിടുത്തെ അന്തരീക്ഷം, ആ അധികാരികളുടെ കണ്ണു തുറക്കേണ്ട അവസ്ഥ, അതിനുശേഷം ഒത്തിരി മാറ്റം വന്നല്ലോ. അവിടെ ക്യൂ ഒക്കെ വേറെ വേറെയാക്കി. അപ്പോൾ അങ്ങനെ ധാരാളം ഭാഗത്തു നിന്ന് തെറ്റുകുറ്റങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴല്ലേ മറ്റുള്ളവരുടെ ഒരു കണ്ണ് തുറക്കുന്നത്. ഇത് ഞങ്ങളുടെ വിധിയാണ്, ഇത് ഞങ്ങൾ സഹിച്ചോളാം, ഇത് ഭഗവാനെ കിട്ടാനുള്ള ഒരു അവസരമാണ് എന്ന് പറഞ്ഞ് ആ ശരീരം ക്ലേശപ്പെടുമ്പോഴാണ് മനസ്സിനും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമ്മൾ ആഹാരം കഴിക്കാതെയും, ഏകാദശി വ്രതത്തിന് തലേ ദിവസമേ ആഹാരം കഴിക്കാതിരിക്കുകയാണ്, ആഹാരം കഴിക്കാതെയും ക്ഷീണിച്ചും വലഞ്ഞും ഇരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുമോ? നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുമോ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ വല്ലതും പ്രവർത്തിക്കുമോ? എവിടെയെങ്കിലും കുഴഞ്ഞിരിക്കാനല്ലേ തോന്നൂ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഒരു ക്യൂവിൽ നിന്ന് ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഇതെനിക്ക് കിട്ടിയ ജന്മസാഫല്യമാണെന്നൊന്നും ആദ്യം തോന്നുന്നില്ല. കുഴയുമ്പോൾ അത് കഴിയും. നമ്മൾ അവിടെ നിന്ന് ഭഗവാനെ വിളിച്ച വിളികൾ ഓരോന്നിനെയും കുറിച്ച് നമ്മൾ സ്വയം ബോധവാന്മാരും ബോധവതികളുമാകുമ്പോഴാണ് ഇത് എന്നിലെ പാപം കഴുകിക്കളയുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്ന ഏറ്റവും ഭഗവാനോട് പ്രിയമുള്ളവർക്ക് മാത്രം ഭഗവാൻ കൊടുത്ത ഒരു അവസരമായിരുന്നു അതെന്ന് നമുക്ക് സ്വയം ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ശരീരബോധത്തിൽ തന്നെയല്ലേ എല്ലാവരും അവിടെ എത്തുന്നത്, ശരീരമുള്ളവരല്ലേ എത്തുന്നത്. അപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത് അധികാരികളെ. അല്ലാതെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ മൗനം പാലിച്ചാണ് എല്ലാവരും നിൽക്കുന്നത്. ഒച്ചയെടുക്കുന്നത് നാമജപത്തിന് വേണ്ടി മാത്രമായിരുന്നു. അല്ലാതെ മുമ്പിൽ നിന്നവർ നേരെ കയറിപ്പോയി പുറകിൽ നിന്നവർ തള്ളുന്നു, ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഭക്തരുടെ ഇടയിൽ കേട്ടില്ല. ഇങ്ങനെ നിർത്തി വിഷമിപ്പിക്കുന്നതിനെ കുറിച്ച് മാത്രമായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയാനുണ്ടായിരുന്നത്. കയറിയിരിക്കാൻ സൗകര്യമുള്ള വലിയ ഹാളുകൾ, ഭഗവാന്റെ സന്നിധിയിലെത്തുമ്പോൾ വിശാലമായ ബെഞ്ചുകൾ, ഇതെല്ലാം ശൂന്യമാക്കി ഇട്ടുകൊണ്ടാണ് ഒരു ഇടനാഴി പോലെയുള്ള പൊടിപടലം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത്, അതും കോൺക്രീറ്റ് ജോലികൾ നടക്കുന്ന സ്ഥലത്ത് തിങ്ങിക്കണക്കിന് 10,000 മനുഷ്യരെ കുത്തി നിറച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. ആ പ്രതികരണമാണ് സംസാരിച്ചത്. ഭഗവാനെ ആരെങ്കിലും ഭഗവാൻ വിളിച്ചിട്ടാണോ? എല്ലാവരും സ്വന്തം ഇഷ്ടത്തിനല്ലേ വന്നിട്ട് എന്തിനു പരാതി പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ എത്ര ബാലിശമാണ് ആ ചോദ്യമൊക്കെ. ഭഗവാൻ വിളിച്ചവർ മാത്രമാണ്. സത്യമായിട്ടും പറയുകയാണ്, ആ ഏകാദശി ദിവസം അവിടെ വന്ന മുഴുവൻ, ആ ക്യൂവിൽ നിന്ന് അനുഭവിച്ച മുഴുവൻ പേർക്കും ആ ഏകാദശിയുടെ പൂർണ്ണ സാഫല്യം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ മാത്രം എടുത്തു നോക്കിയാൽ സനാതനികളിൽ എത്ര % ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്? വളരെ തുച്ഛമല്ലേ വന്നിട്ടുണ്ടാവൂ,
ക്ഷേത്രത്തിൻ്റെ ആ ഇതൊരു പരിമിതിയിൽ നമുക്ക് നോക്കുമ്പോഴാണ് ഇത് ഒരുപാട് ജനങ്ങൾ ലക്ഷക്കണക്കിന് പേർ വന്നു എന്ന് തോന്നുന്നത്. ആ ലക്ഷങ്ങളെ കേരളത്തിലെ കോടികളിൽ വെച്ച് എണ്ണുമ്പോൾ അതൊരു ചുരുങ്ങിയ ആൾക്കാരേ ഉള്ളൂ. കൂടുതൽ, അതായത് ഭൂരിപക്ഷം ഭക്തരും അവനവൻ്റെ വീടുകളിൽ തന്നെ അല്ലായിരുന്നു അന്ന്. ഈ ഭക്തരുടെ മൊത്തം കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു ചുരുങ്ങിയ ശതമാനമല്ലേ അവിടെ ഉള്ളൂ. അപ്പോൾ ആ ചുരുങ്ങിയ ശതമാനത്തിനെ കോടിക്കണക്കിൽ നിന്ന് തെരഞ്ഞെടുത്തത് ആരാണ്? ഭഗവാനാണ്. ശ്രീ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ വിളിച്ചിട്ടാണ് എല്ലാവരും അവിടെ വരുന്നത്. അതുപോലെയുള്ള എല്ലാ സന്നിധികളിലും എത്തിച്ചേരുന്നത് ഭഗവാൻ വിളിച്ചിട്ടാണ്. ഭഗവാൻ വിളിക്കാതെ ആർക്കും എത്താൻ പറ്റില്ല. ഭഗവാൻ വിളിക്കുന്നത് കൊണ്ടാണ് നിന്ന നിലയിൽ എല്ലാവരും ഓടിപ്പോകുന്നത്, എല്ലാവരും ചെല്ലുന്നത്. അല്ല, അങ്ങനെയുള്ള ഭക്തർക്ക് ആ ചുരുങ്ങിയ ആൾക്കാരെയാണ് എന്ത് കോടിക്കണക്കിന് ഭക്തരുള്ളവരിൽ ഒരു ആയിരക്കണക്കിന് ആൾക്കാരെ മാത്രമേ ഭഗവാൻ അവിടെ എത്തിച്ചുള്ളൂ. അവർക്ക് സാഫല്യം കൊടുത്തുള്ളൂ. ഭഗവാന്റെ ദർശന പുണ്യവും ആ ഗുരുവായൂർ പരിസരത്ത്, ആ ഭഗവാന്റെ സന്നിധിയുടെ പരിസരത്തെത്തുവാനെങ്കിലും അന്നത്തെ ദിവസം ഭഗവാൻ വിളിച്ചവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഭഗവാന്റെ സ്നേഹം ഒരിക്കലെങ്കിലും എൻ്റെ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ കണ്ണ എന്നൊരിക്കലെങ്കിലും മനസ്സുരുകി ഹൃദയത്തിൽ വേദന വന്ന സമയത്ത് ഒരിക്കലെങ്കിലും വിളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടെങ്കിൽ ഭഗവാൻ അവരെ ആ സന്നിധിയിൽ എത്തിച്ചിരിക്കും. ഏത് വേദനയിലും നമ്മെ ചേർത്ത് പിടിച്ചിരിക്കും ഒരിക്കലെങ്കിലും വിളിച്ചാൽ. നമുക്ക് നഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ഭഗവാനെ തള്ളിപ്പറയുകയും നേട്ടങ്ങൾ വരുമ്പോൾ നമ്മുടെ മാത്രം കഴിവാണെന്ന് പറയുകയും ചെയ്യുന്നവരാണ് നാം എല്ലാവരും. പൂന്താനം തിരുമേനി ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്, ഉണ്ണി നഷ്ടപ്പെട്ടപ്പോഴാണ് നഷ്ടപ്പെടാത്ത ഉണ്ണിയെ എനിക്ക് ലഭിച്ചതെന്ന്. സത്യമല്ലേ? നമ്മുടെ ഓരോ നഷ്ടങ്ങളും നമുക്ക് വലിയ ലാഭങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആ ദിവസം ഗുരുവായൂരിൽ നിന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആ ക്ലേശങ്ങളാണ് ഒരു നഷ്ടമെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ലഭിച്ചതോ? ശരീരം മറന്ന് നമ്മളിവിടെ നിന്നപ്പോൾ നമുക്ക് ലഭിച്ചതോ ഭഗവാനെയാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ്. ഉണ്ണി അത് പൂന്താനം തിരുമേനി പറഞ്ഞത് സത്യം പറഞ്ഞാൽ എത്ര വിശദമായിട്ട് സംസാരിക്കാനുള്ളൊരു വിഷയമാണ്. നമുക്ക് പുറമേ എല്ലാവരും ഉള്ളപ്പോൾ നമ്മൾ ഉള്ളിലുള്ള ഭഗവാനെ, നമുക്ക് സ്വന്തമായിട്ടിരിക്കുന്ന ആളിനെ നമ്മൾ അറിയുന്നില്ല. ഒരിക്കലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാത്ത ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവായ ഹൃദയസ്ഥനായ എൻ്റെ ഭഗവാനെ ആരും അറിയുന്നില്ല. നമ്മൾ ഈ പുറത്തോട്ടുള്ള എനിക്ക് മോനുണ്ട്, മോളുണ്ട്, അച്ഛനുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും സുഹൃത്തുക്കളുണ്ട്, അടിച്ചു പൊളിക്കാൻ എല്ലാവരും ഉണ്ട് എന്നുള്ള ചിന്തയിലിരിക്കും. പക്ഷേ പൂന്താനം പറഞ്ഞു, എൻ്റെ ഉണ്ണിയെ നഷ്ടപ്പെട്ടപ്പോഴാണ് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഉണ്ണിയെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞതെന്ന്. സത്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഓരോ നഷ്ടത്തിലും കണക്കൂറ. ആ നഷ്ടങ്ങളൊക്കെ ഭഗവാൻ തരുന്നത് എന്തിനാണ്? നീ എന്നെ സ്വന്തമാക്കൂ, അതൊക്കെ നിനക്ക് നഷ്ടപ്പെടാനുള്ളതാണ്. ഇപ്പം നഷ്ടപ്പെട്ടാലും ഇല്ലേലും ഇത്തിരി കഴിയുമ്പോൾ അത് നഷ്ടമാവും. ഒന്ന് നീ നഷ്ടപ്പെടും, അല്ലെ അവർ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഇതൊന്നും ശാശ്വതമല്ല കുട്ടി എന്ന് ഭഗവാൻ നമുക്ക് ഉപദേശിക്കുകയാണ് വീണ്ടും വീണ്ടും ഓരോ പരീക്ഷകൾ തന്നിട്ട്. ഭഗവാൻ അർജുനന് കൊടുത്തത് തന്നെയാണ്. അർജുനന് അന്ന് ഭഗവത്ഗീത ഉപദേശം കൊടുത്തത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാവർത്തികമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുറത്തേക്ക് നോക്കി ഇതെല്ലാം നമ്മുടേതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ടിരിക്കുന്ന ആളിനെ നമുക്ക് അറിയാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ ഓരോന്നും നഷ്ടപ്പെടുത്തുമ്പോഴാണ് എനിക്ക് നഷ്ടപ്പെടാത്ത ഏക ബന്ധു എൻ്റെ ഭഗവാനാണെന്ന് നാം തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവിലൂടെ കയറി പിടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ദുഃഖമാണ് നമുക്കുള്ളത്? ഒരു ദുഃഖവും ഇല്ല. എല്ലാം കൃഷ്ണമയം, സർവ്വതും ശ്രീകൃഷ്ണമയം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഭഗവാന്റെ സന്തോഷമായ ആ ഹൃദയമായ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെ വരാം. ഭഗവാന്റെയും ദേവിയുടെയും, അതായത് പ്രകൃതീശ്വരിയായ ദേവിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ലഭിക്കുവാനായി എല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.